കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 863. സൂറത്തുൽ അഹ്സാബ് ആയത്തുകൾ 52 മുതൽ 73 വരെ, അതായത് അവസാനം വരെ. പേജ് നമ്പർ 1482. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യഹില്ലു ലകൻ നിസാഉ മിൻ ബഅദ് ولا أن تبدل بهن من أزواج ولو أعجبك حسنهن إلا ما ملكت يمينك وكان الله على كل شيء رقيبا يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهن وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما إن تبدوا شيئا أو تخفوه فإن الله كان بكل شيء عليما لا جناح عليهن في آبائهن ولا أبنائهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا سنة الله في الذين خلوا من قبل
വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا إن الله لعن الكافرين وأعد لهم سعيرا خالدين فيها أبدا لا يجدون وليا ولا نصيرا يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا فقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. ക്യാമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 864 സൂറത്തുൽ അഹ്സാബ് ആയത്ത് 52 പേജ് നമ്പർ 1482. ലാ യഹില്ലു ലകൻ നിസാഉ മിൻ ബഅദു, ഇനിമേൽ ഇവർക്ക് പുറമെ പെണ്ണുങ്ങൾ നിനക്ക് അനുവദനീയമാവില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്. വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ, അവർക്ക് പകരം വേറെ ഭാര്യമാരെ നീ സ്വീകരിക്കലും അനുവദനീയമാകില്ല. വലൗ അഅ്ജബക ഹുസ്നുഹുന്ന, അവരുടെ അഴക് നിന്നെ കൗതുകപ്പെടുത്തിയാലും ശരി. ഇല്ലാമാ മലകത് യമീനുക്, നിന്റെ വലങ്കൈ ഉടമയാക്കിയവരൊഴികെ. ഈ വചനം അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതിയ വിവാഹം ചെയ്യുകയോ ഒരാളെ ഒഴിവാക്കി മറ്റൊരു ഭാര്യയെ സ്വീകരിക്കലോ ഉണ്ടായിട്ടില്ല. ഈജിപ്തിലെ മുഖൗഖിസ് രാജാവ് പാരിതോഷികമായി അയച്ചു കൊടുത്ത മാരിയ എന്ന അടിമസ്ത്രീ, അതായത് ഇബ്രാഹീമിൻ്റെ മാതാവ്, അടിമസ്ത്രീയെ ഈ വചനത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത്. അതിന് വിരോധമില്ലെന്ന് ആയത്ത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പേജ് നമ്പർ 1483. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അല്ലാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. പ്രവാചകന്റെ വിവാഹങ്ങൾ കടുത്ത വിമർശനങ്ങൾക്കും ദുരാരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ 9 ഭാര്യമാർ ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിച്ചല്ലോ. ആ വിവാഹങ്ങളെപ്പറ്റി സാമാന്യമായെങ്കിലും മനസ്സിലാക്കിയാൽ ദുരാരോപണങ്ങളുടെ പൊള്ളത്തരം ആർക്കും വ്യക്തമാകും. പ്രവാചകന്റെ 25-ാം വയസ്സിലാണ് പ്രഥമ വിവാഹം. 40-കാരിയായ സമ്പന്നയും വിധവയുമായ ഖദീജ റളിയല്ലാഹു അൻഹ, സൽസ്വഭാവിയും മക്കയിൽ വിശ്വസ്തനെ അൽ അമീൻ എന്ന് പ്രസിദ്ധനാവുകയും ചെയ്ത ഉന്നതകുല ജാതനായ അബ്ദുൽ മുത്തലിബിൻ്റെ പൗത്രൻ മുഹമ്മദിനെ വിവാഹാലോചന നടത്തി. പിതൃവ്യൻ അബൂ ത്വാലിബാണ് കല്യാണം നടത്തിയത്. പ്രവാചകന്റെ 50-ാം വയസ്സിൽ ആ മഹദി മരണമടഞ്ഞു. ഇബ്രാഹിം എന്ന മകനൊഴിച്ച് ബാക്കി 6 മക്കൾ ഈ ദാമ്പത്യ ബന്ധത്തിൽ ജനിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നീണ്ട 25 വർഷക്കാലം മറ്റൊരു വിവാഹവും കഴിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരു പുരുഷൻ്റെ ആരോഗ്യവും ഓജസ്സുമുള്ള കാലം 25 മുതൽ 50 വയസ്സ് വരെ ഒരൊറ്റ ഭാര്യ മാത്രമേ തിരുമേനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പ്രബോധന പ്രവർത്തനങ്ങളിലും ജീവിതത്തിലും പ്രവാചകന് താങ്ങും തണലും ശക്തിയുമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ വേർപാടുണ്ടായ വർഷത്തിന് ദുഃഖവർഷം എന്ന് പ്രവാചകൻ നാമകരണം ചെയ്തു. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് സൗദ ബിൻത്ത് സംഅ റളിയല്ലാഹു അൻഹയെ ആയിരുന്നു. സൗദയും ഭർത്താവ് സക്രാൻ ഇബ്നു അംറും അബിസീനിയയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെ വെച്ച് സക്രാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ആലംബഹീനയായ സൗദ റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണം വിവാഹത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്തു. ശത്രുക്കളിൽ നിന്ന് കടുത്ത പീഡനങ്ങളും അക്രമങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഈ വിവാഹം നടന്നില്ലായിരുന്നുവെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ അവർ കൂടുതൽ വിഷമിക്കേണ്ടി വരുമായിരുന്നു. ഹിജ്റ 54 അവർ മരണമടഞ്ഞു. ചെറുപ്പം മുതൽക്കുള്ള കൂട്ടുകാരനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് ഹിജ്റയ്ക്ക് 2 വർഷം മുമ്പാണ്. ഹിജ്റ 2-ാം വർഷമാണ് വീട് കൂടിയത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒഴിച്ചുള്ള പ്രവാചക ഭാര്യമാരെല്ലാം വിധവകളോ വിവാഹമോചിതകളോ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ സമയത്ത് 18 വയസ്സായിരുന്നു അവർക്ക്. അവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾക്ക് ഇസ്ലാമിക വിജ്ഞാന മേഖലയിലുള്ള സ്ഥാനം എത്രത്തോളം ആണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ദാമ്പത്യ കുടുംബ മേഖലകളിലും സ്ത്രീകളുമായി മാത്രം ബന്ധപ്പെടുന്ന വിഷയങ്ങളിലും മതപരമായ കാര്യങ്ങളിൽ സംശയം തീർക്കാൻ സ്വഹാബികൾ അവരുടെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു. ഹിജ്റ 57 അവർ മരണപ്പെട്ടു. ഉമർ ഇബ്നു അൽ ഖത്താബിൻ്റെ റളിയല്ലാഹു അൻഹു മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഹുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിലേറ്റ പരിക്ക് കാരണമായി മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകളെ വിവാഹം ചെയ്യാൻ പ്രമുഖ സ്വഹാബികളോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ പ്രവാചകൻ ഹഫ്സയെ ജീവിത സഖിയാക്കി. ഹിജ്റ 45 ഹഫ്സ റളിയല്ലാഹു അൻഹ മരണമടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ പുത്രനും മുലകുടി ബന്ധത്തിൽ സഹോദരനുമാണ് അബൂ സലമ. 2 മക്കളുണ്ടായിരുന്ന അദ്ദേഹം ഹിജ്റ 4-ാം വർഷം മരണപ്പെട്ടു. അതോടെ വിധവയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും മക്കളുടെയും സംരക്ഷണം പ്രവാചകൻ ഏറ്റെടുത്തു. ഈ വിവാഹത്തിൻ്റെ കാരണവും വ്യക്തമാണ്. ഹിജ്റ 59 അവരുടെ മരണം. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ ദത്തുപുത്രനായ സെയ്ദ് ഇബ്നു ഹാരിസയുമായുള്ള സൈനബിൻ്റെ ദാമ്പത്യം നീണ്ടു നിന്നില്ല. സ്വരച്ചേർച്ചയില്ലായ്മ മൂലം ആ ബന്ധം വേർപിരിഞ്ഞു. പിന്നീടാണ് പ്രവാചകൻ അവരെ വിവാഹം ചെയ്തത്. ദത്തുപുത്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ബനു മുസ്ദലഖ് ഗോത്രവും മുസ്ലിങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടന്നു. അവരുടെ നേതാവിൻ്റെ ഭാര്യയായിരുന്നു ജുവൈരിയ. യുദ്ധത്തിൽ പരാജയപ്പെട്ട ആ ഗോത്രക്കാരിലെ ബന്ധനസ്ഥരാക്കപ്പെട്ടവരിൽ ജുവൈരിയും ഉണ്ടായിരുന്നു. അവർ മോചനമൂല്യം നൽകി സ്വതന്ത്രയാകാൻ ആഗ്രഹിച്ചു. സഹായം തേടി പ്രവാചകൻ്റെ അടുക്കൽ അവരെത്തി. അങ്ങനെ സ്വതന്ത്രയായ അവരെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. അതോടെ ബന്ധുക്കളായി തീർന്ന ബന്ധനസ്ഥരെ സ്വഹാബികൾ പ്രതിഫലമൊന്നും വാങ്ങാതെ വിട്ടയച്ചു. സന്തോഷത്താൽ അവരെല്ലാം മുസ്ലിങ്ങളായി തീർന്നു. ഹിജ്റ 5-ാം വർഷമാണ് ഈ സംഭവം. ഖുറൈശി നേതാവായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ റംല ഉമ്മു ഹബീബ ഭർത്താവായ ഉബൈദുല്ലാഹിൽ ജഹ്ഷിയുടെ കൂടെ അബിസീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നു. പിന്നീട് ഉബൈദുല്ല അവിടെ വെച്ച് ക്രിസ്ത്യാനിയായി എന്ന് പറയപ്പെടുന്നു. ആ ബന്ധം മുറിഞ്ഞുപോയി. ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന റംല മകൾ ഹബീബയുടെ കൂടെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് അവിടെ തന്നെ നിന്നു. അബിസീനിയയിലായിരുന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രവാചകന് വേണ്ടി വിവാഹകർമ്മം നടത്തപ്പെട്ടു. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണിത്. പ്രവാചകൻ അറിയിച്ചതനുസരിച്ച് ഷുറഹ്ബീൽ ഇബ്നു ഹസനയുടെ കൂടെ അവർ മദീനയിലെത്തി. ഹിജ്റ 44 അവർ മരണപ്പെട്ടു. മദീനയിലെ പ്രമുഖ ജൂതഗോത്രമായിരുന്ന ബനു നളീർ ഗോത്രത്തലവൻ ഹുയൈൻ്റെ മകളാണ് സുഫിയ. ഹിജ്റ
7-ാം വർഷത്തിൽ നടന്ന ഖൈബർ യുദ്ധത്തിൽ ഭർത്താവ് കിനാന കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ അവർ ബന്ധനസ്ഥയാക്കപ്പെട്ടു. അടിമയായി തീർന്ന അവരെ പ്രവാചകൻ മോചിപ്പിക്കുകയും ജീവിത സഖിയാക്കുകയും ചെയ്തു. ആ ഗോത്രവും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടാൻ ഈ വിവാഹം കാരണമായി തീർന്നു. അതേ വർഷം തന്നെയാണ് വിധവയായിരുന്ന മൈമൂന റളിയല്ലാഹു അൻഹായെ പ്രവാചകൻ വിവാഹം ചെയ്തത്. ഇവരുടെ സഹോദരി ലുബാബയുടെ മകനാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. പങ്കെടുത്ത ഒരു യുദ്ധവും ജയിക്കാതിരുന്നിട്ടില്ലാത്ത അതുല്യനായ ഭടനായകൻ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ ഈ വിവാഹം കാരണമായെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മൈമൂനയുടെ കുടുംബത്തിന് ഇസ്ലാമിനോടുണ്ടായിരുന്ന ശത്രുത കുറയുകയും ചെയ്തു. അഗതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനബ് ബിൻത്ത് ഹുസൈമയും ഖൗല ബിൻത്ത് ഹക്കീമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് മുമ്പ് തന്നെ മരണമടഞ്ഞ ഭാര്യമാരാണ്. ഈ അധ്യായത്തിലെ 50-ാം വചനത്തിൽ പ്രസ്താവിച്ച പോലെ സ്വയം പ്രവാചകന് ദാനം ചെയ്തവരായിരുന്നു ഇവർ. സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾ, കുടുംബവും ദാമ്പത്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലകളിലുള്ള ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും പ്രവാചക പത്നിമാരിലൂടെയാണ് ലോകത്തിന് ലഭിച്ചത്. അറബി ഗോത്രങ്ങളുടെ ശത്രുത ഇല്ലാതായതും അനേകർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായതും പല വിവാഹങ്ങളുടെയും സ്വാഭാവിക ഫലങ്ങളായിരുന്നു. മുസ്ലിം കുടുംബങ്ങളുടെയും സഹാബികളുടെയും പല വിവാഹങ്ങളും കൂടുതൽ അടുപ്പിച്ചു എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വിവാഹങ്ങൾ നടത്തിയതെന്നതിന് അള്ളാഹു നബിക്ക് പ്രത്യേകമായി അനുവാദം നൽകിയതായിരുന്നു എന്ന് മാത്രമാണ് മറുപടി. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 865, സൂറത്തുൽ അഹ്സാബ് ആയത്ത് 53, പേജ് നമ്പർ 1484. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവരെ, ലാ തദ്ഖുലു ബുയൂതൻ നബി, പ്രവാചകന്റെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ അയ്യുദന ലക്കും ഇലാ തുആമിൻ, നിങ്ങൾക്ക് ഭക്ഷണത്തിനായി അനുവാദം നൽകപ്പെടുമ്പോൾ ഒഴികെ. പേജ് നമ്പർ 1485. ഗൈറ നാദിരീന ഇനാഹു, ഭക്ഷണം തയ്യാറാകുന്നത് കാത്തിരിക്കുന്നവരല്ലാത്ത സ്ഥിതിയിൽ. വലാക്കിൻ ഇദാ ദുഈതും ഫദ്ഖുലു, പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ പ്രവേശിക്കുക. ഫഇദാ തുഇംതും ഫന്തശിറു, ഇനി ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്യുക. വലാ മുസ്തഅനിസീന ലിഹദീസിൻ, വർത്തമാനം പറഞ്ഞ് രസിച്ചു കൊണ്ടിരിക്കുന്നവരാവുകയും അരുത്. ഇന്ന ദാലികും കാന യുദിൻ നബിയ, നിശ്ചയമായും അത് നബിയെ ബുദ്ധിമുട്ടിക്കും. ഫയസ്തഹീ മിൻകും, അങ്ങനെ അദ്ദേഹം അത് നിങ്ങളോട് തെളിച്ചു പറയുന്നതിൽ ലജ്ജിക്കുന്നു. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അല്ലാഹു സത്യത്തിൻ്റെ കാര്യത്തിൽ ലജ്ജിക്കുകയില്ല. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, അവരോട്, അതായത് പ്രവാചക പത്നിമാരോട് വല്ല സാധനവും നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ, ഒരു മറയുടെ പിന്നിൽ നിന്ന് ആവശ്യപ്പെടുക. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന, അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും സംശുദ്ധമായിട്ടുള്ളത്. വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹി, അല്ലാഹുവിൻ്റെ ദൂതനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല. വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യാനും നിങ്ങൾക്ക് പാടില്ല. ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അളീമ, നിശ്ചയമായും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമാകുന്നു. കുടുംബ ബന്ധത്തിൽ പാലിക്കേണ്ട ചില സാമൂഹിക മര്യാദകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ കുറേ പേരെ സദ്യക്ക് ക്ഷണിച്ചിരുന്നു. ഭക്ഷണശേഷം ആൾക്കാർ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലം വിട്ട് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചുവെങ്കിലും അവർ പോയില്ല. അങ്ങനെ തിരുമേനി അവിടെ നിന്ന് സ്ഥലം വിട്ടുപോയി. അപ്പോൾ ഏതാനും പേർ സ്ഥലം വിട്ടു. 3 പേർ, പേജ് നമ്പർ 1486, അവിടെ തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞ് തിരുമേനി മടങ്ങി വന്നപ്പോഴും അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശേഷം അവരും എഴുന്നേറ്റ് പോയി. ഈ വിവരം ഞാൻ തിരുമേനിയെ അറിയിച്ചു. അദ്ദേഹം വീട്ടിൽ പ്രവേശിച്ചു. പതിവ് പോലെ ഞാനും പ്രവാചകനോടൊപ്പം പ്രവേശിക്കുവാൻ ഉദ്ദേശിച്ചു. നോക്കുമ്പോൾ എനിക്കും തിരുമേനിക്കുമിടയിൽ മറയിടപ്പെട്ടിരുന്നു. ഈ അവസരത്തിലാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്. ബുഖാരി 48:71. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തു കൊടുക്കുവാനായി 10 വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാവ് പ്രവാചകന് ഏൽപ്പിച്ചു കൊടുത്തതാണ് അനസിനെ. തിരുമേനിയുടെ വിയോഗം വരെ അവിടുത്തെ വിശ്വസ്ത സേവകനായി ജീവിച്ചു. പ്രവാചകനോട് വിശ്വാസികൾ പുലർത്തേണ്ട ചില മര്യാദകളാണല്ലോ ഈ ആയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുമേനിയുടെ വിയോഗശേഷം അവരെടുത്ത ഭാര്യമാരെ ആരും വിവാഹം ചെയ്യരുത് എന്ന കൽപ്പനയൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങൾ എപ്പോഴും പാലിക്കേണ്ടവയാകുന്നു. പ്രവാചകന്റെ കാര്യത്തിൽ അവ ഗൗരവമായി പാലിക്കപ്പെടണം. അനുവാദം ചോദിച്ച ശേഷം വീട്ടിൽ കടക്കുക. അനധികൃതമായ ഒരു രൂപത്തിലും വീട്ടിൽ പ്രവേശിക്കരുത്. ക്ഷണിക്കപ്പെടാതെ സദ്യക്ക് പോകരുത്. ക്ഷണിച്ചാലും അനുവാദമില്ലാതെ വീട്ടിൽ കടന്നിരിക്കരുത്. ആഹാരം പാകമാകുന്നതുവരെ കാത്തിരിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത്. നേരത്തെ പോയി ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ക്ഷണിക്കപ്പെട്ടവർ മാത്രം പോകുക. ഭക്ഷണം കഴിഞ്ഞാൽ തിരിച്ചു പോരുക.
ക്ഷണിക്കപ്പെട്ടാൽ പോകാതിരിക്കരുത്. ഈ നിർദ്ദേശങ്ങൾ എപ്പോഴും പ്രസക്തമായവ തന്നെ. ഒരാൾ മറ്റൊരാൾക്ക് ശല്യമാകരുത്. ബുദ്ധിമുട്ടായിത്തീരുന്ന പ്രവർത്തനമോ സ്വഭാവ രീതികളോ ഉണ്ടാകാൻ പാടില്ലെന്ന് ചുരുക്കം. വിശ്വാസികൾക്ക് ശല്യമുണ്ടാക്കുന്നതിനെ പൊതുവിൽ അള്ളാഹു ആക്ഷേപിച്ചിരിക്കുകയാണ് ഇവിടെ. അത്തരം കാര്യങ്ങൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പറയാനുമില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ സാധാരണ നിലയ്ക്ക് തുറന്നു പറയാൻ അധികമാരും ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ അള്ളാഹു വസ്തുതകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. അന്യ പ്രവാചക പത്നിമാരോട് സംസാരിക്കുമ്പോൾ അവർ പർദ്ദ ആചരിച്ച അവസ്ഥയിലായിരിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയാറുണ്ടായിരുന്നു. ഈ കൽപ്പന വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പാക്കി. ഇതും മുസ്ലിങ്ങൾ പാലിക്കേണ്ട കാര്യം തന്നെ. ആയത്ത് 54. ഇൻ തുബ്ദൂ ശൈഅൻ ഔ തുഖ്ഫൂഹു, നിങ്ങൾ വല്ല കാര്യവും വെളിവാക്കുകയോ അത് മറച്ചു പിടിക്കുകയോ ചെയ്യുന്ന പക്ഷം ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മമായി അറിവുള്ളവനാകുന്നു. ആയത്ത് 55. ലാ ജുനാഹ അലൈഹിന്ന ഫീ ആബാഇഹിന്ന, പെണ്ണുങ്ങൾക്ക് അവരുടെ പിതാക്കളെ സംബന്ധിച്ച് കുറ്റമില്ല. വല അബ്നാഇഹിന്ന, അവരുടെ പുത്രന്മാരെ സംബന്ധിച്ചുമില്ല. വല ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരന്മാരെ സംബന്ധിച്ചുമില്ല. വല അബ്നാഇ ഇഖ്വാനിഹിന്ന വല അബ്നാഇ അഖവാതിഹിന്ന, അവരുടെ സഹോദരപുത്രന്മാരെ സംബന്ധിച്ചുമില്ല, അവരുടെ സഹോദരി പുത്രന്മാരെ സംബന്ധിച്ചുമില്ല. വല നിസാഇഹിന്ന, അവരുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ചുമില്ല. പേജ് നമ്പർ 1487. വലാമ മലക്കത്ത് ഐമാനുഹുന്ന, അവരുടെ വലം കൈകൾ ഉടമയാക്കിയ അടിമകളെ സംബന്ധിച്ചുമില്ല. മേൽപ്പറഞ്ഞവരുടെ മുമ്പിൽ വിശ്വാസികൾ പർദ്ദ ആചരിക്കേണ്ടതില്ല. മാന്യമായി വസ്ത്രം ധരിച്ചാൽ മതി. അവരുമായി അടുത്ത് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനും വിരോധമില്ല. അവരുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ എന്നത് വിശ്വാസിനികളെ പറ്റിയാണ്. അവിശ്വാസികളായ സ്ത്രീകളോട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കണം. അടുത്ത ബന്ധുക്കൾക്ക് നൽകുന്ന ഇളവ് സ്ത്രീകളാണെങ്കിൽ പോലും അവരോട് കാണിക്കരുത്. വത്തഖീനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. ആയത്ത് 56. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി, നിശ്ചയമായും അല്ലാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകന് അനുഗ്രഹം നേരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവരെ, സ്വല്ലു അലൈഹി, നിങ്ങൾ പ്രവാചകന് വേണ്ടി കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുക. വസല്ലിമു തസ്ലീമ, രക്ഷ നേരുകയും ചെയ്യുക. മുഅ്മിനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചെയ്യുന്ന സ്വലാത്ത് ആദരപൂർവമായ കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് ഈ ആയത്തിൽ നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ്. മുഅ്മിനുകൾ നമസ്കാരത്തിന് നിർബന്ധമായി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിനു പുറമെ അതിപുണ്യത്തിന് വേണ്ടി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പ്രത്യേകം പുണ്യകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ തത്തുല്യമായ കാരുണ്യം 10 പ്രാവശ്യം നമുക്ക് ലഭിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ മുസ്ലിം 408 രേഖപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാനുള്ള പ്രാർത്ഥനയാണിത്. മതത്തിൽ ഈ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കൂടി പ്രത്യേക ഗുണം ലഭിക്കത്തക്കവണ്ണം റസൂലിന് വേണ്ടി നാം പ്രാർത്ഥിക്കലാണിത്. സല്ലിമൂ തസ്ലീമ എന്നതിന് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടുക എന്നർത്ഥം പറഞ്ഞ വ്യാഖ്യാതാക്കളുണ്ട്. പക്ഷേ സ്വലാത്ത് നിർവഹിക്കൽ പ്രത്യേകമായ പുണ്യകർമ്മമായ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ പ്രചാരത്തിലുള്ള രീതി അനാചാരമാണ്. കൂട്ടം കൂടി വളഞ്ഞിരുന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കലും എണ്ണം പിടിക്കലും ജാഥ സംഘടിപ്പിക്കലും ഭക്ഷണം വിളമ്പുന്നതുമെല്ലാം മതത്തിൽ കയറിക്കൂടിയ ദുഷിച്ച സമ്പ്രദായങ്ങളാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കൽ ഇത്ര വലിയ കാര്യമാണെങ്കിൽ അവിടെ ഒരു വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു കൽപ്പിച്ച ഈ സ്വലാത്ത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാരുണ്യം ലഭിക്കാനും ശാന്തിയും സമാധാനവും ലഭിക്കുവാനും നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് തെളിവായി ഈ സ്വലാത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞ് ജനങ്ങളെ ചിലർ വഴിതെറ്റിക്കുന്നു. മഹാത്ഭുതം തന്നെ, ബുദ്ധി കിഴുക്കാൻ തൂക്കായി പോയതാണ്. പേജ് 1488, ആയത്ത് 57. ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു, നിശ്ചയമായും അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും ദ്രോഹിക്കുന്നവർ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും അദാബൻ മുഹീന, അപമാനകരമായ ശിക്ഷ അവർക്ക് അള്ളാഹു ഒരുക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക, അവൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങൾക്കും മാഹാത്മ്യത്തിനും അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ പറയുക, ഇതൊക്കെ അള്ളാഹുവിനെ ദ്രോഹിക്കുന്നതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, അള്ളാഹു പറയുന്നു, ആദമിൻ്റെ പുത്രൻ എന്നെ കളവാക്കി, അവന് അത് പാടില്ലായിരുന്നു. അവൻ എന്നെക്കുറിച്ച് പഴി പറഞ്ഞു, അതും അവന് പാടില്ലായിരുന്നു. അവൻ എന്നെ കളവാക്കി എന്ന് പറഞ്ഞത് അവൻ്റെ ഈ വാക്കാണ്. എന്നെ ആദ്യം സൃഷ്ടിച്ചതുപോലെ അള്ളാഹു എന്നെ വീണ്ടും സൃഷ്ടിക്കുന്നതല്ല തന്നെ, എന്നെ
പഴി പറഞ്ഞതാവട്ടെ എനിക്ക് സന്താനമുണ്ടെന്ന് അവൻ പറഞ്ഞതാണ്. ഒരു ഇണയെയോ ഒരു സന്താനത്തെയോ സ്വീകരിക്കുന്നതിൽ നിന്ന് ഞാൻ മഹാപരിശുദ്ധനത്ര. ബുഖാരി 44:82. അള്ളാഹു പറയുന്നു, ആദമിൻ്റെ പുത്രൻ എന്നെ ദ്രോഹിക്കുന്നു, അതായത് അവൻ കാലത്തെ ചിത്ത പറയുന്നു. ഞാൻ അത്രേ കാലം രാത്രിയെയും പകലിനെയും ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുഖാരി 44:52. കാലം ചതിച്ചു, പ്രകൃതി നശിപ്പിച്ചു, പ്രകൃതി ക്ഷോഭിച്ചു എന്നിങ്ങനെ ജനങ്ങൾ പറയുന്ന വാക്കുകളാണ് ഇവിടെ ഉദ്ദേശ്യം. അതുപോലെ പ്രവാചകനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പദവിക്ക് യോജിക്കാത്തതും അപകീർത്തിപ്പെടുത്തുന്നതുമായ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ്. നബിചര്യയെ പുച്ഛിക്കുക, ഇകഴ്ത്തിക്കാട്ടുക, പരിഹസിക്കുക ഇത്യാദി കാര്യങ്ങളും അതിൽപ്പെടുന്നു. ആയത്ത് 58. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു. വിശ്വാസികളെയും വിശ്വാസിനികളെയും അവർ പ്രവർത്തിക്കാത്ത കുറ്റത്തിൻ്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നവർ ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന. അപവാദവും വ്യക്തവുമായ കുറ്റവും അവർ പേറിയിരിക്കുന്നു. വിശ്വാസികളെ ശല്യം ചെയ്യലും ഗുരുതരമായ കാര്യമായാണ് ഇസ്ലാം കാണുന്നത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ രക്തവും ധനവും മാനവും നിഷിദ്ധമാണെന്നത് അടിസ്ഥാനപരമായ സംഗതികളിൽപ്പെടുന്നു. മുസ്ലിം 25:64. ഇപ്പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതായാലും ഒരു തരത്തിലുള്ള ഹാനിയും വരുത്താൻ പാടില്ലാത്തതാണ്. അവൻ്റെ ധനം അന്യായമായി കൈക്കലാക്കാൻ പാടില്ല. ശരീരത്തെ കയ്യേറ്റം ചെയ്തുകൂടാ. അപമാനിക്കാൻ പാടുള്ളതല്ല. അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പരദൂഷണം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. തിരുമേനി പറഞ്ഞു, നീ നിന്റെ സഹോദരനെക്കുറിച്ച് അവന് തൃപ്തികേടുണ്ടാക്കുന്നത് പറയലാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, ഞാൻ പറയുന്ന കാര്യം അവനിൽ ഉള്ളതായിരുന്നാലോ അത് പരദൂഷണമാകുമോ? അവിടുന്ന് പറഞ്ഞു, നീ പറയുന്ന കാര്യം അവനിൽ ഉണ്ടായിരുന്നാൽ നീ അവനെ പരദൂഷണം പറഞ്ഞു. നീ പറയുന്നത് അവനിൽ ഇല്ലെങ്കിലോ നീ അവനെപ്പറ്റി അപരാധം അഥവാ കളവ് പറഞ്ഞു. മുസ്ലിം 25:89. അതായത് സത്യവിശ്വാസികളുടെ രക്തം, ധനം, മാനം നിഷിദ്ധമാണ്. അതായത് ഒരു മുസ്ലിമിനെ അന്യായമായി കൊല്ലാൻ പാടില്ല, ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല. അത് വ്യക്തമായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ആദർശ ബന്ധുക്കളാകുമ്പോൾ അത് പ്രത്യേകം കുറ്റകരമാണ്. അന്യായമായി ഒരു നിരപരാധിയെ ഏത് മതസ്ഥനാണെങ്കിലും കൊല്ലുന്നത് കഠിനമായ കുറ്റമായിട്ട് ഖുർആൻ ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 866. സൂറത്തുൽ അഹ്സാബ് ആയത്ത് 59, പേജ് നമ്പർ 1489. യാ അയ്യുഹൻ നബി ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന. പ്രവാചകരെ, നിന്റെ ഭാര്യമാരോടും പെൺമക്കളോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. അവരുടെ മേൽ അവരുടെ മൂടപടങ്ങളിൽ നിന്നും താഴ്ത്തിയിടാൻ പറയുക. ദാലിക അദ്ന അൻ യുറഫന ഫലാ യുദൈൻ. അവർ തിരിച്ചറിയപ്പെടുന്നതിനും അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുന്നതിനും അത് വളരെ ഉതകുന്നതാകുന്നു. സ്ത്രീ സൗന്ദര്യം പുറത്ത് കാണാതിരിക്കത്തക്കവണ്ണം മേൽവസ്ത്രം താഴ്ത്തിയിടണം. തലയും കഴുത്തും മാറുമെല്ലാം മറക്കുന്ന വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ച സ്ത്രീ മാന്യയായി പരിഗണിക്കപ്പെടും. ദുസ്വഭാവികളുടെ ശല്യങ്ങളിൽ നിന്ന് സുരക്ഷിതയുമായിരിക്കും. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ആയത്ത് 60. കപടവിശ്വാസികളും ഹൃദയത്തിൽ രോഗമുള്ളവരും മദീനയിൽ ദുർവാർത്തകൾ പ്രചരിപ്പിച്ച് കുഴപ്പം ഇളക്കിവിടുന്നവരും അതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം അവരുടെ നേരെ നിന്നെ നാം തിരിച്ചുവിടുക തന്നെ ചെയ്യും. പിന്നെ അവർ നിന്റെ അയൽപക്കത്ത് കുറച്ചു കാലമല്ലാതെ ജീവിക്കുകയില്ല. ആയത്ത് 61. മൽഊനീന, അവർ ശാപം പേറിയ അവസ്ഥയിലായിരിക്കും. ഐനമാ സുഖിഫു ഉഖിദു വഖുത്തിലു തഖ്തീല. അവരെ എവിടെ കണ്ടാലും പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും. കാരണമില്ലാതെ വിശ്വാസികളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ കഠിനമായ ശിക്ഷിക്കൽ അല്ലാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ്. ആയത്ത് 62. സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ലു. മുമ്പ് കഴിഞ്ഞുപോയവരിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം. പേജ് നമ്പർ 1490. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റം വരുത്തലും നീ കണ്ടെത്തുകയില്ല. ആയത്ത് 63. യസ്അലുകന്നാസു അനിസ്സാഅ. ആ അന്ത്യസമയത്തെപ്പറ്റി ജനങ്ങൾ നിന്നോട് ചോദിക്കും. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്. പറയുക, അതിൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെയാകുന്നു. വമാ യുദ്രീക ലഅല്ല അസ്സാഅത തകൂനു ഖരീബ. അതിനെപ്പറ്റി വിവരം തരുന്ന വസ്തു എന്തെന്നാണ്? ഒന്നുമില്ല, ആരുമില്ല. ആ അന്ത്യസമയം അടുത്ത് തന്നെ ആയേക്കാം.
അന്ത്യദിനം എപ്പോഴാണ് എന്നല്ല അവർ അന്വേഷിക്കേണ്ടിയിരുന്നത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്ത് തയ്യാറാക്കി എന്നാണ് അവർ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. ആയത്ത് 64. നിശ്ചയമായും അല്ലാഹു സത്യനിഷേധികളെ ശപിക്കുകയും അവർക്ക് നരകം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. ആയത്ത് 65. ഖാലിദീന ഫീഹാ അബദ, അവർ അതിൽ ശാശ്വതരായി. ലയജിദൂന വലിയം വലാ നസ്വീറ, ഒരു രക്ഷകനെയും ഒരു സഹായകനെയും അവർ കണ്ടെത്തുകയില്ല. ആയത്ത് 66. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ മറിച്ചിടപ്പെടുന്ന നാൾ. യഖൂലൂന യാ ലൈതനാ തഅന അല്ലാഹ വ തഅന റസൂല, അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആയത്ത് 67. ഖാലൂ റബ്ബനാ ഇന്നാ അത്വഅനാ സാദതനാ വകുബറാഅനാ, അവർ പറയും നിശ്ചയമായും ഞങ്ങളുടെ നേതാക്കളെയും ഞങ്ങളുടെ പ്രമുഖന്മാരെയും ഞങ്ങൾ അനുസരിച്ചു. ഫഅദല്ലൂന സബീല, അങ്ങനെ അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു കളഞ്ഞു. അന്ധമായ അനുകരണം മനുഷ്യനെ വലിയ അബദ്ധത്തിൽ ചാടിക്കും. തങ്ങൾക്ക് ആദരവും കടപ്പാടും ഉള്ളവർ പറയുന്നത് മുമ്പിൽ നോക്കാതെ അനുസരിക്കുക എന്നത് എല്ലാ കാലത്തുമുള്ളതാണ്. അവർ പിഴച്ചവരാണെങ്കിൽ ഞങ്ങളും അങ്ങനെ ആയിക്കോട്ടെ എന്നുവരെ പറഞ്ഞു കളയും. ആയത്ത് 68, പേജ് നമ്പർ 491. റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബി, ഞങ്ങളുടെ റബ്ബേ അവർക്ക് 2 ഇരട്ടി ശിക്ഷ കൊടുക്കണമേ. വൽ അൻഹും ലഅനൻ കബീറ, വലിയ നിലയിൽ അവരെ ശപിക്കുകയും ചെയ്യണമേ. ആയത്ത് 69. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവരെ ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസായെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങൾ ആകരുത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു, എന്നാൽ എന്നിട്ട് അവർ പറഞ്ഞതിൽ നിന്ന് മൂസായെ അല്ലാഹു മോചിതനാക്കുകയും ചെയ്തു. കാന ഇൻദല്ലാഹി വജീഹ, മൂസ അല്ലാഹുവിൻ്റെ അടുക്കൽ ഉത്കൃഷ്ടനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമയെ ബനൂ ഇസ്രായേൽ പല വിധത്തിലും വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. തൗറാത്ത് ഏറ്റുവാങ്ങാൻ സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോൾ അവർ മൂരിക്കുട്ടിയുണ്ടാക്കി ആരാധിച്ചു. അള്ളാഹുവെ നേരിൽ കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ബനൂ ഇസ്രായേലിന് പല വിധത്തിൽ ശിക്ഷ ബാധിച്ചപ്പോൾ ആ ശിക്ഷ പിൻവലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ശിക്ഷ പിൻവലിച്ചാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാമെന്ന് പറയുകയും അങ്ങനെ പലതവണ സംഭവിക്കുകയും ചെയ്തു. എല്ലാ തവണയും അവർ വാക്ക് തെറ്റിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിയോട് നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പരിഹാസ രൂപത്തിൽ അവർ പറഞ്ഞു. എല്ലാ സമയത്തും അള്ളാഹു അത്ഭുതകരമായി ക്ഷമിച്ചു. എന്നാൽ ഈ ആയത്തിലെ വിഷയം ഇതൊന്നുമല്ലാത്ത മറ്റെന്തോ ആണെന്ന് തെളിയുന്നു. മൂസാ നബി അലൈഹി സ്വലാം വളരെ ലജ്ജയുള്ള ആളായിരുന്നു എന്നും അതിനാൽ ശരീരം മുഴുവനും മറച്ചുകൊണ്ടാണ് എപ്പോഴും നടന്നിരുന്നതെന്നും പറയുന്നു. ഇതിനെപ്പറ്റി ഇസ്രായേലിയർ മൂസാ നബി അലൈഹി സ്വലാം വെള്ളപ്പാണ്ടുകാരനാണെന്നും മറ്റും പറഞ്ഞിരുന്നു. അതങ്ങനെയല്ല, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടോ മറ്റോ ഇല്ല എന്ന് അള്ളാഹു തെളിയിച്ച ഒരു സംഭവമുണ്ടായി. ഇതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞതെന്ന് ചില മുഫസ്സിറുകൾ പറയുന്നു. ഖാറൂൻ എന്ന സമ്പന്നനായ നിഷേധി മൂസാ നബിയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ ഒരു സ്ത്രീ ഇറക്കിയെന്നും അതാണ് ഇവിടുത്തെ വിഷയമെന്നും വ്യാഖ്യാനമുണ്ട്. ഒരിക്കൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയെ കാണാതായ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ കൊന്നതാണെന്ന് ചിലർ പ്രചരിപ്പിച്ചു. ഇതാണ് ഈ ആയത്തിലെ വിഷയമെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പൊതുസ്വത്ത് ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കാത്ത ഒരു വിതരണമാണിതെന്ന്. ഇത് കേട്ടപ്പോൾ നബിയുടെ മുഖം ചുവന്നു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാരുണ്യം മൂസാ നബിക്കുണ്ടാകട്ടെ, ഇതിനേക്കാൾ മോശമായ നിലയിൽ അദ്ദേഹം ആക്ഷേപം കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ക്ഷമിച്ചു. ബുഖാരി 36:12, പേജ് ആയത്ത് 70. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളായിട്ടുള്ളവരെ അള്ളാഹുവിനോട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവീൻ. പേജ് നമ്പർ 1492. വഖൂലു ഖൗലൻ സദീദ, ചൊവ്വായ വാക്ക് പറയുകയും ചെയ്യുവീൻ. ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായതും ഫലവത്തുമായ വാക്കുകൾ പറയുക. സംസാരത്തിലെ അതിര് കവിയലാണ് പലപ്പോഴും കുഴപ്പങ്ങൾക്കും വഴിവെക്കുന്നത്. ചിന്തിച്ച് നല്ല ഫലമുണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കണം. ആയത്ത് 71. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരികയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതുമാകുന്നു. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരെങ്കിലും അനുസരിക്കുന്ന പക്ഷം ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവൻ വമ്പിച്ച വിജയം നേടി. ദൈവിക വിധിവിലക്കുകൾ പാലിക്കുകയും സംസാരത്തിൽ നല്ല വാക്കുകൾ പറയുകയും ചെയ്താൽ വലിയ ഫലമാണ് ഉണ്ടാവുക. കർമ്മങ്ങൾ നന്നാക്കി തരുമെന്നും പാപങ്ങൾ പുറത്തു തരുമെന്നും അള്ളാഹു അറിയിക്കുന്നു. വലിയൊരു കാര്യമാണിത്. ആയത്ത് 72. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ, ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും ഉത്തരവാദിത്തം എന്ന സ്വഭാവം നാം എടുത്തു കാട്ടുകയുണ്ടായി. ഈ സ്വഭാവം നിങ്ങൾക്ക് ഏൽക്കാൻ കഴിയുമോ? ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുക, അങ്ങനെ നിശ്ചയപ്രകാരം അത് നിർവഹിക്കുക എന്ന സ്വഭാവം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ
എന്ന് ആകാശം, ഭൂമി, പർവ്വതങ്ങൾ എന്നീ വലിയ സൃഷ്ടികളോട് ചോദിച്ചു. ഈ സ്വഭാവത്തിനാണ് വിശ്വസ്ത ദൗത്യം, ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഏറ്റെടുക്കുവാൻ അവ വിസമ്മതിച്ചു. അതിനെപ്പറ്റി അവർ ഭയപ്പെട്ടു. ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നഹു കാന ളുലൂമൻ ജഹൂല, നിശ്ചയമായും അവൻ മഹാക്രമിയും മഹാവിവരം കെട്ടവനുമാകുന്നു. ഇത് മനുഷ്യനിൽ പൊതുവെ കാണപ്പെടുന്ന ജന്മവാസനയിൽപ്പെട്ട ഒരു സ്വഭാവമാണ്. അഭികാമ്യമായ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ട് ഇതിനാരെങ്കിലും ഒരുക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് മികയ കുട്ടികൾ മത്സരിക്കുന്നത് കാണാം. അതാണ് ജന്മവാസന എന്ന് പറഞ്ഞത്. ഇതെല്ലാവരിലും ഉള്ളതാണ്. ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളുമാവട്ടെ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി നിലനിൽക്കാനേ അവർക്ക് കഴിയൂ. പേജ് നമ്പർ 1493. സഞ്ചരിക്കുന്നവ നിശ്ചിത വഴിയിലൂടെ മാത്രം. എന്നാൽ മനുഷ്യന് അവൻ്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. വിവേകമുള്ളവർ നല്ല കർമ്മങ്ങളിലൂടെ വിജയം നേടുന്നു. എന്നാൽ മനുഷ്യന് വ്യക്തിപരമായി നൽകപ്പെട്ട സ്വാതന്ത്ര്യബോധവും ആർജവും തെറ്റായ വീതിയിലൂടെയാണ് അവൻ ഉപയോഗിക്കുന്നത്. ചെറുതും വലുതുമായ രംഗങ്ങളിൽ നാശം വിതറുന്ന പ്രവർത്തനങ്ങളിലാണ് അധികവും മനുഷ്യൻ ഏർപ്പെടുന്നത്. എന്തെല്ലാം കടുത്ത അക്രമങ്ങളാണ് അവൻ ചെയ്തു കൂട്ടുന്നത്. അണുബോംബ് മുതൽ സിഗരറ്റ് വരെയുള്ള മേഖലകൾ അനുഭവ യാഥാർത്ഥ്യമാണല്ലോ. ആയത്ത് 73. കപട വിശ്വാസികളെയും കപട വിശ്വാസിനികളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടി ബഹുദൈവ ആരാധകന്മാരെയും ബഹുദൈവ ആരാധകളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടി, കപടവിശ്വാസികളെയും ബഹുദൈവാരാധകരെയും ശിക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അമാനത്ത് വേണ്ട വിധം നിർവഹിക്കാത്തത് കൊണ്ട് ശിക്ഷയ്ക്ക് അർഹരായി എന്നർത്ഥം. മനുഷ്യൻ അമാനത്ത് ഏറ്റുവാങ്ങി, അതായത് ഈ ഉദ്ദേശത്തിന് വേണ്ടി ഏറ്റുവാങ്ങി എന്നല്ല അർത്ഥം. അമാനത്ത് ഏറ്റുവാങ്ങി സൂക്ഷ്മത പാലിക്കാത്തത് നിമിത്തം കാര്യത്തിൻ്റെ കലാശം ഇങ്ങനെയായി എന്നർത്ഥം. ഈ നിലയിലുള്ള വാചകരീതി ഖുർആനിൽ സർവത്ര കാണാം. അറബി ഭാഷയിൽ ലി എന്ന പദവും അതിൻ്റെ പരിഭാഷയായി മലയാളത്തിൽ വേണ്ടി എന്നുള്ളതും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉദ്ദേശ്യമെന്ന് സാരമാക്കാൻ പറ്റുകയില്ല. ജിന്നിനെയും മനുഷ്യനെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. സൃഷ്ടിക്കലിൻ്റെ ഉദ്ദേശ്യം അതാണെന്ന് പലരും വ്യാഖ്യാനിച്ചു. ഏക ഉദ്ദേശ്യം എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് വ്യത്യാസം സംഭവിക്കുകയില്ലെന്ന് തീർച്ച. കാരണം അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചു പരാജയപ്പെട്ടു എന്ന് വരും. അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അത് പൂർണ്ണമായി നടപ്പിൽ വരുത്തുന്നവനാണവൻ എന്ന് ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി പറഞ്ഞതും ധാരാളമുണ്ട്. അപ്പോൾ ഈ വചനത്തെ നാം എങ്ങനെ മനസ്സിലാക്കും? ജിന്നിനെയും മനുഷ്യനെയും തനിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന ഉദ്ദേശ്യത്തിൽ സൃഷ്ടിച്ചു എന്നർത്ഥം വെക്കാൻ പാടില്ല. ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത് മൂലം അവർ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ബാധ്യസ്ഥരായി, അള്ളാഹു അതിന് അവകാശിയുമായി എന്നും അർത്ഥമാക്കണം. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. അതുപോലെ ഇവിടെയും മനസ്സിലാക്കണം. സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതിനും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിരിക്കുന്നു. അമാനത്ത് വേണ്ട വിധം കാത്തു സൂക്ഷിക്കുകയും പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇതോടെ സൂറത്തുൽ അഹ്സാബ് തീർന്നു.